വെറുതെ അല്ല നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് വെക്കാത്തത്. നിങ്ങൾ മിൽമ പാല് മേടിക്കുക. ആ ഡോക്ടർ TP ജോൺ, മിൽമ ഡോക്ടർ TP ജോണിനെ പോലെയുള്ളവർക്കാണ് നന്ദി പറയേണ്ടത്. ഈ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ ഉൽപാദകർ നിലനിൽക്കണമെങ്കിൽ അവർ നല്ല പാൽ ഉൽപ്പാദിപ്പിച്ച് മിൽമയെ ഏൽപ്പിക്കണം. ഡോക്ടർ മേരി ജോർജ് മാം കഴിഞ്ഞ ദിവസം മിൽമ പാലുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ വലിയ രീതിയിലാണ് ചർച്ചയായത്. പലരും അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മാം ചോദിച്ചിരുന്നത്, മിൽമ പാലിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആവശ്യത്തിന് മാത്രമാണോ? എന്തുകൊണ്ടാണ് ഈ പാൽ ഉറയൊഴിച്ചാൽ ഉറകൂടാൻ ബുദ്ധിമുട്ടുന്നത് എന്നീ കാര്യങ്ങളാണ്. പക്ഷേ പലരും കരുതിയത് മിൽമയ്ക്കെതിരെയാണ് ആ വീഡിയോ, മിൽമയെ തകർക്കാനാണ് എന്നൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഈ വീഡിയോക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. പലരും സോഷ്യൽ മീഡിയ പോസ്റ്റും ഇട്ടതാണ്. മാം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പലർക്കും കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോ കണ്ട് മിൽമയുടെ ഡയറക്ടർ തന്നെ മാഡത്തെ വിളിച്ചതാണ്. മിൽമയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം മാഡത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഞാനൊരു പോസ്റ്റ് കണ്ടത് എഴുത്തുകാരി ശാരദ കുട്ടിയുടേതാണ്. അവർ എഴുതിയിരിക്കുന്നത്, സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക മേരി ജോർജ് മിൽമ പാലിനെ കുറിച്ച് പറഞ്ഞ പരാതി എനിക്ക് അംഗീകരിക്കാനേ കഴിയില്ല. വെള്ളം ചേർക്കാതെ മിൽക്ക് കുക്കറിൽ കാച്ചിയ മിൽമ പാൽ ചെറു ചൂടോടെ കാസറോളിൽ ഉറയൊഴിച്ചാണ് ഞാൻ കാലങ്ങളായി തൈരുണ്ടാക്കുന്നത്. ഉറത്തൈര് 1 സ്പൂൺ വെള്ളമയമില്ലാത്ത കാസറോളിൽ ഒഴിച്ച് വശങ്ങളിലെല്ലാം പിടിക്കുന്ന തരത്തിൽ ഒന്ന് ചുറ്റിച്ചിട്ട് ചെറു ചൂടോടെ പാൽ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് നല്ല ഹൽവ മുറിച്ചെടുക്കുന്നത് പോലെ കട്ടത്തൈര് മുറിച്ചെടുക്കാം. വെള്ളമയമുണ്ടാകില്ല. 1987-88 കാലഘട്ടത്തിൽ ഗർഭിണിയായിരുന്ന ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ മിൽമ പാൽ തിളപ്പിക്കാതെ തന്നെ കുടിക്കാറുണ്ടായിരുന്നു. തിളപ്പിക്കാതെ തന്നെ തൈരും ഉണ്ടാക്കിയിരുന്നു. അന്നും നല്ല കട്ടിയുള്ള തൈരായിരുന്നു കിട്ടിയിരുന്നത്. കോട്ടയത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോട്ടും താമസിക്കുമ്പോഴും ഇതൊക്കെ തന്നെ തുടർന്നിരുന്നു. മിൽമയുടെ പാൽ, തൈര്, നെയ്യ്, കട്ടിമോര് ഇതൊക്കെ തന്നെ എൻ്റെ ഏറ്റവും രുചികരവും ആരോഗ്യദായകവുമായ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവർ അവസാനിപ്പിക്കുന്നത്. ശരിക്കും മാം ഈ വിഷയത്തിൽ ഉദ്ദേശിച്ചത് എന്താണ്? ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് എന്താണ് മാമിൻ്റെ മറുപടി? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ജമേഷിന് അറിയാമല്ലോ. അതായത് കൃത്യമായിട്ട് മിൽമ, ഞാൻ ഒരു സമൂഹത്തിന് എന്നെ വിളിച്ച് ഒരുപാട് പേര്, ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവുന്ന ഒത്തിരി പേര് എന്നെ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾ പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടുന്നില്ല, അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് മാം ഒന്ന് അന്വേഷിക്കുമോ? പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്താണ് എന്നുള്ളത് കൊണ്ട് മിൽമ ഇവിടെ അടുത്താണ്, മിൽമയുടെ ഓഫീസ് എന്നൊക്കെ വിചാരിച്ചിട്ടും കൂടിയായിരിക്കും അങ്ങനെ പറയുന്നത്. ഇവരുടെ ഇതുപോലെയുള്ള ഈ ക്രിറ്റിസിസംസ് ഒക്കെ വന്നതിന് ശേഷവും കായംകുളത്ത് നിന്ന് എന്നെ കുടുംബിനി വിളിച്ചിരുന്നു. ഇങ്ങനെ പാൽ ഉറയൊഴിച്ച മാഡം പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണ്, ഉറ കൂടാൻ വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് പറയട്ടെ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്രിറ്റിസിസം വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം മിൽമയുടെ MD എന്നെ വിളിച്ച് സംസാരിച്ചു. അക്കാര്യം ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു. MD വിളിച്ച് സംസാരിച്ചപ്പോഴും ഇത് മിൽമയെ തകർക്കാനാണോ എന്നൊന്നും അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പാല് എവിടെ നിന്നൊക്കെയാണ് മേടിക്കണേ? അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പാല് വാങ്ങുന്നുണ്ട്, കർണാടകത്തിൽ നിന്ന് പാല് വാങ്ങുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് പാല് വാങ്ങുന്നുണ്ട്, കേരളത്തിൽ നിന്നും പാല് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ സോഴ്സിൽ നിന്നും വാങ്ങുന്ന പാല് എത്ര നല്ല പാലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ ഇതൊരു മിൽക്ക് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണല്ലോ ഓൾ ഇന്ത്യ തലത്തിൽ. അതായത് അമൂൽ കുര്യനെ നമുക്കറിയാം. അമൂൽ ഇപ്പോഴും വളരെ പ്രശസ്തമായ ഇന്ത്യയിലെ ഏറ്റവും നല്ല പാൽ ഉൽപാദന വിതരണ കമ്മിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമൂലിൻ്റേത്. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ക്വാളിറ്റി വൈസ് ആയിട്ട് ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന ഒരേ പ്രിൻസിപ്പിൾ
സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഫസൈ ഈ പോലെയുള്ളവ ഇതിനകത്തൊക്കെ വളരെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് പാൽ ഉറയൊഴിച്ചാൽ, ഇപ്പോൾ ശാരദക്കുട്ടി പറഞ്ഞു, ഞാൻ ശാരദക്കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഇനി ഇതുകൂടാതെ വേറെയും പല കഥകളും വന്നിട്ടുണ്ട്. ശാരദക്കുട്ടി പറഞ്ഞത് തെറ്റല്ല എന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ തന്നെ പിന്നെ പശുവിനെ വളർത്തി ആ പശുവിൻ്റെ പാല് പിന്നെ കുടിക്കുകയും ഉറയൊഴിക്കുകയും ഒക്കെ ചെയ്ത് ശീലമുള്ള ഞാനാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മിൽമയുടെ പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല, പിന്നെ ഓസ്ട്രേലിയ നന്നായിട്ട് പാൽ ഉൽപാദന രാജ്യമാണ്. ഓസ്ട്രേലിയയും ഇന്ത്യയാണ് ഒന്നാമത്തെ പാൽ ഉൽപാദക രാജ്യമെങ്കിലും ഓസ്ട്രേലിയയും ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ തലവൻ രാജ്യമാണ്, തലപ്പത്തിരിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ അങ്ങനെ ആ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഞാൻ അഭിപ്രായം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നു, അതായത് നമ്മൾ കൈവിരൽ കുത്തുകയാണെങ്കിൽ പൊള്ളില്ല, ആ രീതിയിൽ ഒരു 40-42 ഡിഗ്രി ചൂടുള്ള പാലിൽ വേണം ഉറയൊഴിക്കാൻ. എന്നിട്ട് ഒരു വശത്തേക്ക് മാത്രം സ്പൂണ് കൊണ്ട് അത് ഇളക്കണം, അതായത് ടു ആൻഡ് ഫ്രോ ഇളക്കാൻ പാടില്ല. അങ്ങനെ ഇളക്കിയ പാല് 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായി കട്ട തൈരായിട്ട് കിട്ടുമെന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൂടാതെയല്ല ഞാൻ ഈ അഭിപ്രായം അന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത്. മിൽമയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, മിൽമയെ അമൂല് പോലെ അതിപ്രശസ്തമായ ഒരു ബ്രാൻഡാക്കി മാറ്റുക, അങ്ങനെ മലയാളിക്ക് ഏറ്റവും നല്ല പാലും പാലുൽപ്പന്നങ്ങളും ലഭ്യമാക്കുക. ആ ഉദ്ദേശത്തോടെയാണ് മിൽമയുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന കറക്ഷൻസ് ചെയ്ത് അത് ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് മാറുക. അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പറഞ്ഞു വന്നു, നമ്മൾ വീഡിയോ വൈറലായപ്പോൾ ആളുകൾ അത് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം. പക്ഷെ നന്നായി ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു വന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. നേരിട്ട് വിളിച്ചു പറഞ്ഞവരുണ്ട്, എന്നെ കാണുമ്പോൾ ഓരോ മീറ്റിങ്ങിലൊക്കെ വെച്ച് കാണുമ്പോൾ പറയുന്നവരുണ്ട്. അങ്ങനെ എനിക്ക് ധാരാളം ഇൻഫർമേഷൻ ആ വഴി കിട്ടിയിട്ടുണ്ട്. മാം, ശരിക്കും ഈ വീഡിയോ ചർച്ചയായ ശേഷം മിൽമയുടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ മാഡത്തിന്റെ വീട്ടിൽ വന്നു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അന്നേ ദിവസം തന്നെ. ശരിക്കും അന്ന് അവർ എന്താണ് പറഞ്ഞിരുന്നത്? മാഡത്തെ മിൽമയുടെ യൂണിറ്റിലേക്ക് ക്ഷണിച്ചുവെന്നും പിന്നീട് നമുക്ക് അവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടതാണ് എന്നാണ് മാഡം അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ശരിക്കും എന്താണെന്ന് സംഭവിച്ചത്? അതായത് അന്ന് 5 പേരാണ് വീട്ടിൽ വന്നത്. അവരുടെ പേര് ഞാനിപ്പോൾ വിളിച്ചു പറയുന്നില്ല. ഈ 5 പേരിൽ 2 വനിതകളും 3 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് ടെക്നിക്കലി ക്വാളിഫൈഡ്, അതായത് ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രീസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നത്. അപ്പോൾ അവർ വന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദീകരിച്ചു. അങ്ങനെ വിശദീകരണമൊക്കെ തന്നു കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, ഒരുപാട് പ്രോസസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ 24 പ്രോസസ്സ് അത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് മാത്രമാണ് പാല് കവറിലേക്ക് ആക്കുന്നത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അവിടെ വന്ന് അത് ബോധ്യപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് എക്യുപ്മെൻറ്റുമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ നോക്കി വീഡിയോ ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ തന്നെ ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു പോയി. പിന്നെ അവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല. അവരുടെ മിൽമയിലേക്ക് വിളിച്ചിട്ട് അവർ ഫോൺ പോലും എടുത്തില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം കൊണ്ട് ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കുന്നു. ആ മെസ്സേജ് ഒരു വീഡിയോ മെസ്സേജ്. ആ മെസ്സേജിനകത്ത് ഞാൻ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ വീഡിയോ നമുക്ക് പേര് പറയാൻ തോന്നുന്നു, ഡോക്ടർ മരിയ ലിസ മാത്യു എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, മിൽമയ്ക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണം ആർക്കു വേണ്ടി? ഡോക്ടർ മേരി ജോർജ് എന്ന സാമ്പത്തിക വിദഗ്ധയുടെ മിൽമ പാലിന്റെ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് കൊണ്ട് അവർ വാങ്ങുന്ന മിൽമ പാൽ ഉറയൊഴിച്ചിട്ട് ഉറ കൂടുന്നില്ല, തൈരാകുന്നില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ച വീഡിയോ കണ്ടു. വർഷങ്ങളായി മിൽമ പാൽ വാങ്ങുകയും ഉറ ഒഴിക്കുകയും നല്ല കട്ടത്തൈരുണ്ടാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 100 കണക്കിന് ആളുകൾ ആ വീഡിയോയുടെ താഴെ അവർ മിൽമ പാൽ ഉറയൊഴിച്ച് തൈരാക്കുന്ന കാര്യം പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുമുണ്ട്. ഉറ ഒഴിച്ചാൽ തൈരാകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. 1. വൃത്തിയില്ലാത്ത പാത്രം. 2. തണുത്ത പാല്. 3. പഴക്കമുള്ളതോ കേടായതോ ആയ ഉറ. 4. തൈരിരുന്ന പാത്രത്തിലേക്ക് വീണ്ടും പാലൊഴിക്കുക.
5 പാൽ തിളപ്പിക്കുമ്പോൾ പാലിരുന്ന പാത്രം കഴുകി ഒഴിച്ചാൽ കട്ട തൈര് കിട്ടില്ല. തൈരുണ്ടാക്കൽ വെറും നിസ്സാര കാര്യമല്ല. പാല് വൃത്തിയുള്ള പാത്രത്തിൽ തിളപ്പിക്കണം, തണുപ്പിക്കണം. വിരൽ മുക്കിയാൽ പൊള്ളാത്ത ചെറു ചൂടുള്ള 1 ലിറ്റർ പാലിലേക്ക് 1-2 ടീസ്പൂൺ ഉറ എന്ന കണക്കിൽ ചേർത്ത് നന്നായി ഇളക്കുക, മൂടി വെക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഞാൻ കുറച്ചുകൂടിയുണ്ട്, മുഴുവനായിട്ടും വായിക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു മറുപടി എന്താണ്? മാഡം ഇത്തരം കാര്യങ്ങൾ അറിയാതെ ചെയ്തതാണോ? അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണോ? ശരിക്കും ഈ ഉറ ഒഴിച്ചതിൽ ഒരു തെറ്റ് പറ്റിയത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? ഈ ലിസ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 42 വർഷമായിട്ട് ഞാൻ മിൽമ പാലാണ് മേടിക്കുന്നത്. ഇത് തന്നെ ചെയ്യാറുമുണ്ട്. പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ കുറിച്ചത്. അതായത് ഈ 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഞാൻ ഉള്ള ചൂടിലല്ല പലപ്പോഴും പാല്, ചെറു ചൂടിലാണ് ഞാൻ ഉറയൊഴിക്കാറുള്ളത്. അതുപോലെ വളരെ കുറച്ച് പാല് മാത്രമേ എനിക്ക് ഉറയൊഴിക്കേണ്ടി വരാറുള്ളൂ. ഞങ്ങൾ വലിയ ഒരുപാട് മെമ്പേഴ്സുള്ളൊരു കുടുംബമല്ല. അപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിനല്ലേ അത് വേണ്ടു. ഇത് പല ഭാഗങ്ങളിൽ നിന്നും എന്നെ നേരിട്ട് വിളിച്ചും നേരിട്ട് കാണുമ്പോഴും ഒക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് വളരെ ലഘുവാക്കിയാണ് അന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അല്ലാണ്ട് മിൽമ ഇല്ലാതെയാകട്ടെ, മിൽമയ്ക്ക് മേൽ മറ്റെന്തോ ഒന്ന് കയറി വരട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. എന്നെ കാണാൻ വന്നവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ മിൽമയുടെ പാല് മാത്രമേ മിൽമ കവറുകളിൽ വിൽക്കുന്നുള്ളൂ എന്നുകൂടി ഉറപ്പുവരുത്തണം. കാരണം മിൽമയുടെ കവറൊക്കെ ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും പറ്റും. നമുക്കറിയാം, വില കുറഞ്ഞ അരിയെ റേഷൻ കടകളിലോ ഒക്കെ കിട്ടുന്ന അരിയെ, ആ അരി ചായം തേച്ച് ചവിട്ടി തിരുമ്മി ചെമ്പാവരിയാക്കി വലിയ വിലയ്ക്ക് വിൽക്കുന്ന വിദഗ്ധന്മാരുള്ള കച്ചവടക്കാർ ധാരാളമുണ്ട് കേരളത്തിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കുറച്ച് മിൽമ കവറുകൾ ഉണ്ടാക്കി അതിനകത്ത് മറ്റു പാല് ഇതുപോലെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കാത്ത പാല്, വളരെ അശ്രദ്ധമായിട്ടും വെള്ളം ചേർത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പാല് പോലും മിൽമ പാൽ എന്ന വ്യാജേന വിൽക്കാം. അപ്പോൾ ഈ കംപ്ലയിൻസ് വരുന്ന ചിലപ്പോൾ അങ്ങനെ കിട്ടുന്നിടത്തുനിന്നായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരം പാല് മേടിച്ചുകൊണ്ട് വരുന്ന സ്ഥലത്ത് പോലും ഇതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പാല്, മിൽമ ഡ്യൂപ്ലിക്കേറ്റ് പാൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കും എനിക്ക് തന്നെ ഇത് അനുഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ സൗഹൃദമായിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ച് വിട്ടത്. എന്നിട്ടാണ് ഈ ഡോക്ടർ ലിസയുടെ ഈ വലിയ വിശിഷ്ടമായ ഒരു കുറിപ്പ്. നന്ദി ഏതായാലും ലിസയ്ക്ക്. അപ്പോൾ ഞാൻ ലിസ പറഞ്ഞിട്ടല്ല മിൽമ പാലിലേക്ക് തിരിഞ്ഞത്. ഈ കേരളത്തിലുള്ള ആൾക്കാർ ആരും തന്നെ അങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ 42 വർഷമായി ഞാൻ മിൽമ പാല് മേടിക്കാൻ തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്ത് താമസമാക്കിയതിന് ശേഷം എൻ്റെ ഇളയ മകൻ കുഞ്ഞായിരുന്നപ്പോൾ അവൻ എന്നെ നോക്കിയിരുന്ന ഡോക്ടർ TP ജോൺ, ഇവിടുത്തെ ഒരു പീഡിയാട്രീഷ്യനാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളെപ്പോലെ നേരത്തെ താമസമാക്കിയ എല്ലാവരും അറിയും. അദ്ദേഹം അത്ര പ്രശസ്തനായ ഒരു പീഡിയാട്രീഷ്യനായിരുന്നു. അപ്പോൾ ഈ മോന് വെയിറ്റ് വയ്ക്കുന്നില്ല. നമുക്ക് സ്റ്റണ്ടിങ്, വേസ്റ്റിങ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്നും ആയിട്ടില്ല. പക്ഷെ അവന് കൊടുക്കുന്ന ഭക്ഷണം അനുസരിച്ച് ഒന്നും അവന് വെയിറ്റ് വയ്ക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോനെയും കൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ കൊടുക്കുന്നത്? പാലാണ് പ്രധാനമായിട്ട്. അത് മദേഴ്സ് മിൽക്ക് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പശുവിൻ പാലും കൊടുക്കും. അപ്പോൾ എവിടുന്നാണ് പാല് മേടിക്കുന്നത്? ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരാളുടെ അടുത്തുനിന്നാണ് പാല് മേടിക്കുന്നത്. വെറുതെ അല്ല നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് വെക്കാത്തത്, നിങ്ങൾ മിൽമ പാല് മേടിക്കുക. ആ ഡോക്ടർ TP ജോൺ, മിൽമ ഡോക്ടർ TP ജോണിനെ പോലെയുള്ളവർക്കാണ് നന്ദി പറയേണ്ടത് എന്നോട് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒരു ലാക്ടോമീറ്റർ മേടിച്ചു. ഈ ഡോക്ടർ പറയുന്നത് പോലെ തൊട്ടയൽവക്കം എന്നുള്ള പാല്, ഇനി നിങ്ങളുടെ പാല് വേണ്ട, അത് ദൂഷ്യമാണ് എന്ന് പറയുന്നതിന് പകരം ലാക്ടോമീറ്റർ മേടിച്ചു. പാലിൻ്റെ റീഡിങ് നോക്കിയപ്പോൾ അയൽവാസിയുടെ പാലിൻ്റെ റീഡിങ് 19. മിൽമയുടെ പാല് വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ റീഡിങ് നോക്കിയപ്പോൾ 33. അതായത് ലാക്ടോമീറ്ററിൻ്റെ മാക്സിമം റീഡിംഗ് എന്ന് പറഞ്ഞാൽ 40 അപ്പോൾ അത് 33. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിൽമയിൽ നിന്ന് കാണാൻ വന്നവരും പറഞ്ഞു 29 നോർമലായിട്ടുള്ള അവരുടെ റീഡിംഗ് എന്ന്. അപ്പോൾ എനിക്ക് 33 കിട്ടി എന്ന് പറയുന്നത് 42 വർഷം മുൻപാണ് എന്നും കൂടി ഓർക്കണം.
അങ്ങനെ അന്ന് മുതൽ, അതായത് ഈ റീഡിംഗ് 33 കിട്ടി മറ്റേത് 19 എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾ എന്നും മിൽമ പാലാണ് വാങ്ങാറുള്ളത്. മാത്രവുമല്ല, ഏതെങ്കിലും സുഹൃത്തുക്കൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പാല് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതെത്ര പരിചയമുള്ള വീടാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങളുടെ ഈ അനുഭവം പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മിൽമയുടെ ഒരു അഡ്വർടൈസറാണ് ഞാനിന്ന് വേണം പറയാനായിട്ട്. അങ്ങനെയുള്ള എനിക്കാണ് ഞാൻ ആർക്കോ വേണ്ടി ഈ ചാരപ്പണി ചെയ്യുന്നു എന്ന രീതിയിൽ എനിക്കൊരു പാരയായിട്ട് ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് മിൽമയാണ് ചെയ്യിച്ചത് എങ്കിൽ കഴിഞ്ഞ ദിവസം മിൽമയുടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പറ്റി പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് കണ്ടല്ലോ, PSC. അപ്പോൾ PSC ഇപ്പോൾ ഏത് സർക്കിളിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ആ സർക്കിളിൽ നിന്ന് വന്ന അയോഗ്യനായ ഒരുത്തനെ, അതായത് അയാൾക്കുള്ള യോഗ്യത പോരാ ആ തസ്തികയിലേക്ക് മിൽമയിൽ പിന്നെ ഈ ഗവൺമെൻറ് ഇറങ്ങുന്നതിന് മുൻപേ തിരികെ കയറ്റിയ കാര്യം കൂടി നമ്മൾ കേട്ടു. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ മിൽമയിലുണ്ടെങ്കിൽ അവർ ദയവായിട്ട് ഓർമ്മിക്കുക, എനിക്ക് അവരൊന്നും ഒരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ച് മിൽമ പാലാണ് പ്രശ്നം. മിൽമ പാലാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഡോക്ടർ ലീസ പറഞ്ഞിരിക്കുന്ന പോലെ മിൽമ ഉൽപാദകരെ ഇല്ലാതെയാക്കുക, അവരെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഉൽപാദകർ എത്ര പേരുണ്ടോ അതിനേക്കാൾ എത്രയോ കൂടുതൽ പേരാണ് ഉപഭോക്താക്കൾ. ഈ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ ഉൽപാദകർ നിലനിൽക്കണമെങ്കിൽ അവർ നല്ല പാൽ ഉൽപ്പാദിപ്പിച്ച് മിൽമയെ ഏൽപ്പിക്കണം. അത് കേരളത്തിൽ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും ആന്ധ്രയിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും നല്ല പാല് തന്നെ കളക്ട് ചെയ്യണം. അതിനും ഇവർ മുൻകൈ എടുക്കണം. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി പാല് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് പേപ്പട്ടി കടിച്ച പശുവിൻ്റെ പാല് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വന്നാൽ അത് കഴിക്കുന്ന എല്ലാവർക്കും പ്രശ്നമാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മിൽമ മുൻപോട്ട് പോവുക എന്നുള്ളതാണ് മിൽമയ്ക്ക് അമൂലിൻ്റെ സ്റ്റേറ്റസിലേക്ക് ഉയരാനുള്ള സാധ്യത. ആ സാധ്യത അമൂലിൻ്റെ സ്റ്റേറ്റസിലേക്ക് മിൽമ ഉയരട്ടെ. മിൽമയുടെ ഉപോൽപ്പന്നങ്ങളെല്ലാം അമൂലിൻ്റെ ഉപോൽപ്പന്നങ്ങൾ പോലെ സർവ്വാലും വാങ്ങിക്കത്തക്ക രീതിയിൽ ആകർഷകമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ആശംസയും. ഓക്കെ, എന്തായാലും വളരെ നന്ദി മാം. മേരി ജോർജ് മാം കൃത്യമായിട്ട് തന്നെ മിൽമ പാൽ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചു. മിൽമയ്ക്കെതിരെ ഒരു അജണ്ടയുമില്ല. മാം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മിൽമ പാൽ തന്നെ നിങ്ങൾ വാങ്ങണം, മിൽമയാണ് നല്ലത് എന്ന് തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉറയൊഴിച്ചാൽ ഉറ കൂടുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം മാത്രമാണ് ഉന്നയിച്ചത്. അതിനെയാണ് പലരും വിമർശിച്ചത്. ഇത് മിൽമയെ ടാർഗറ്റ് ചെയ്താണ്, മിൽമയെ പൂട്ടിക്കാൻ വേണ്ടിയാണ്, അവിടെയുള്ള തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ്, ഞങ്ങൾക്കെന്തോ അജണ്ടയുണ്ട് എന്നൊക്കെയാണ് പലരും പറഞ്ഞു പരത്തിയത്. പക്ഷേ അതൊന്നുമല്ല. മേഡത്തിന് കൃത്യമായി മനസ്സിലായ ഒരു കാര്യം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മിൽമയോട് ആ ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. ആ വീഡിയോ കൊണ്ട് മിൽമയുടെ ഡയറക്ടർ മേഡത്തെ വിളിച്ചു. അതിനുശേഷം അതിൻ്റെ ഉദ്യോഗസ്ഥർ അവരെ വീട്ടിൽ ചെന്ന് കാണുകയും ചെയ്തു. മിൽമയുടെ യൂണിറ്റിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. മേഡത്തോട് അവിടെ പോകണം, അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഡയറക്റ്റ് കാണണം, അതൊരു വീഡിയോ ആക്കണം, അതേക്കുറിച്ച് അവതരിപ്പിക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അതിനനുസൃതമായി മേഡവും മിൽമ യൂണിറ്റ് സന്ദർശിക്കാൻ റെഡിയാകുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം മിൽമയുടെ ഭാഗത്തു നിന്ന് പിന്നീടൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് അക്കാര്യം ഞങ്ങൾ കാണിക്കാതിരുന്നത്. ഇനിയും തയ്യാറാകുകയാണെങ്കിൽ ആ വിഷയം ഞങ്ങൾ തീർച്ചയായും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതല്ലാതെ മിൽമയെ തകർക്കുന്ന ഒരു നടപടിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, എൻ്റെയോ ചാനലിൻ്റെയോ ഒപ്പം തന്നെ മേരി ജോർജ് മാഡത്തിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.